കൈജു നമ്പർ 8 8ാം എപ്പിസോഡ് എക്സ്പ്ലനേഷനിലേക്ക് സ്വാഗതം. ഹോഷിന ആക്രമിക്കാൻ തയ്യാറായി പവറപ്പ് ചെയ്ത് നിന്നു. ഞാനായിരിക്കും. കാഫ്ക ഡിഫെൻഡ് ചെയ്യാനും തയ്യാറായി. പക്ഷെ അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലായിരുന്നു. ഞാൻ എന്ത് ചെയ്യും? വൈസ് ക്യാപ്റ്റൻ ഹോഷിനയ്ക്കെതിരെ എന്റെ മുഷ്ടി ഉപയോഗിക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ കാഫ്കയുടെ നെഞ്ചു മുറിഞ്ഞ് രക്തം ചിതറി. മുകളിലേക്ക് നോക്കിയപ്പോൾ ഹോഷിന പറന്നു നിൽക്കുന്നു. അത് വർക്കായല്ലോ. ഇല്ല, പിൻവലിഞ്ഞു നിന്നാൽ എനിക്ക് അതിജീവിക്കാനാവില്ല. ഉടനെ ഹോഷിന ഒരു പോസ്റ്റിൽ ചവിട്ടി കുതിച്ചു വന്ന് ആക്രമിച്ചു. കാഫ്ക ഒഴിഞ്ഞു മാറി. അതിവേഗം ചാടി മാറിയ കാഫ്കയ്ക്ക് പിറകെ തന്നെ അതിലും വേഗത്തിൽ ഹോഷിന കുതിച്ചു വന്നു. കറ്റാന കൊണ്ട് തലങ്ങും വിലങ്ങും വീശി. ഇയാൾക്ക് ഭയങ്കര സ്പീഡാ. അത്രയും പെട്ടെന്ന് കട്ടികൂട്ടി എന്റെ ശരീരം എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാനാവില്ല. അതിവേഗത്തിലുള്ള ഹോഷിനയുടെ ആക്രമണത്തിൽ കാഫ്കയ്ക്ക് അവിടെയും ഇവിടെയുമെല്ലാം മുറിവേൽക്കുന്നുണ്ട്. ഇയാൾ ശക്തനായിരിക്കില്ല, എന്നാലും ഒരു ഹ്യൂമനോട് കൈജീവനേക്കാൾ പല മടങ്ങ് വേഗതയുണ്ട് ഇയാൾക്ക്. ഹിക്കറുവിന്റെ ചലനങ്ങൾ ആദ്യമായി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവൾ അടിപൊളിയാണെന്ന്. പക്ഷേ ഇങ്ങനെ അതിൽ നിന്നെല്ലാം വേറെ ലെവലാ. ഹോഷിനയുടെ ആക്രമണങ്ങളെല്ലാം ഒഴിഞ്ഞു മാറിയും ബ്ലോക്ക് ചെയ്തും അതിവേഗം ഓടിയ കാഫ്കയ്ക്ക് പിറകെ തന്നെ ഹോഷിന കുതിച്ചു. ഇങ്ങനെ ഒരു മനുഷ്യനെ പോലെ ഒന്നുമല്ല ചലിക്കുന്നത്. ഹോഷിനയുടെ പെട്ടെന്നുള്ള ആക്രമണത്തിൽ കാഫ്കയുടെ കൈയും തോളും നെഞ്ചിന്റെ പകുതിയും അറ്റുപോയി. എന്തോ ഭാഗ്യത്തിന് ആക്രമണം ഒഴിഞ്ഞു മാറിയെങ്കിലും കാഫ്കയുടെ കോറും വെളിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് ഹോഷിന കണ്ടു. കാഫ്ക ഉടനെ തന്നെ മുറിഞ്ഞുപോയ ഭാഗങ്ങൾ ഹീൽ ചെയ്തു. ഞാൻ മനുഷ്യനൊന്നുമല്ല, എന്നാലും ഇപ്പോ ചെയ്തതുപോലെ റീജനറേഷൻ ഒത്തിരി സ്റ്റാമിന വേണം. കാഫ്ക പിന്നെയും ഓടി. ഇതുപോലെ ഒത്തിരി ഹിറ്റ് എനിക്ക് താങ്ങാനാവില്ല. കുതിച്ചു വന്ന ഹോഷിന പിന്നെയും അറ്റാക്ക് ചെയ്തു. കാഫ്ക മുഷ്ടി കൊണ്ട് ഇടിച്ചും ഡോഡ്ജ് ചെയ്തുകൊണ്ടും അതെല്ലാം തരണം ചെയ്തു. ഓയ് ശരിക്കും ഞാനിവിടെ കാര്യമായിട്ട് തന്നെ ആക്രമിക്കുന്നത്. ഇവൻ കുറഞ്ഞത് 42 എങ്കിലുമാണ്. അപ്പോൾ ഇവൻ ഒരു ഡൈക്കൈജു ആയി മാറും. പക്ഷേ ഈ ഫൈറ്റിൽ നിന്ന് കിട്ടുന്ന വിചിത്രമായ ഫീലിംഗ് എന്താണ്? ഹോഷിന നിന്നു. എന്താണേലും കാഫ്ക മടുത്തിരുന്നു. ഹോഷിന ആക്രമിക്കാൻ പവറപ്പ് ചെയ്തു. അവന്റെ കട്ടാന തീയിൽ പഴുപ്പിച്ചതുപോലെ തിളങ്ങി. ഉടനെ അയാൾ കാഫ്കയ്ക്ക് നേരെ ഒരു അറ്റാക്ക് പുറപ്പെടുവിച്ചു. ആ അദൃശ്യ അറ്റാക്ക് ഡോഡ്ജ് ചെയ്തെങ്കിലും കാഫ്കയുടെ ഒരു കാൽ അറ്റു. ഞൊടിയുടെ നിമിഷത്തിൽ ഹോഷിന കാഫ്കയ്ക്ക് തൊട്ടരികിലെത്തി. അല്ല, ആ അറ്റാക്ക് ഒരു ഡീകോയ് ആയിരുന്നു. ഹോഷിന ഒന്നും കൂടി വെട്ടി കാഫ്കയുടെ കോറ് ലക്ഷ്യമാക്കി. എന്നാൽ കാഫ്കയുടെ നെഞ്ചിൽ വായ പോലെ എന്തോ പ്രത്യക്ഷപ്പെട്ടു. കട്ടാനയിൽ കടിച്ചു പിടിച്ചിരുന്നു. ആ ബ്ലേഡ് അവിടെ സ്റ്റക്കായിരുന്നു. പ്രതീക്ഷിച്ചതിന് ശക്തമായിരുന്നു അത്. പക്ഷേ കാഫ്ക ഉടനെ പവറപ്പ് ചെയ്തു. എന്റെ കോർ ഇവൻ കണ്ടതിനു ശേഷം അവിടെ തന്നെ ലക്ഷ്യം വെക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അവൻ ശക്തിയായി ഇടിക്കാൻ തയ്യാറായി. എന്നാൽ ഹോഷിനയുടെ ബ്ലേഡാണ് അവനെ ഇടിച്ചൊടിച്ചു കളഞ്ഞത്. ഹോഷിന തെറിച്ചു പോയി നിലത്തിരുന്നു. ആ ഒരു നിമിഷം മുതലെടുത്ത് കാഫ്ക അവിടുന്ന് രക്ഷപ്പെട്ടു കളഞ്ഞു. അവൻ രക്ഷപ്പെട്ടല്ലോ. നേരം വെളുക്കാറായിരുന്നു. കൈജു നമ്പർ 8 രക്ഷപ്പെട്ടെന്ന് ഹോഷിന മീനയ്ക്ക് റിപ്പോർട്ട് ചെയ്തു. ഡിഫൻസ് ഫോഴ്സ് യോജുവിനെ എല്ലാം കൊന്നിരുന്നു. ഹിക്കറു അവിടെ ഒരിടത്ത് എന്തോ ചിന്തിച്ചിരിപ്പുണ്ട്. കൈജു നമ്പർ 8, ഹിബിനോ, കാഫ്ക. ഞാൻ അയാളെ വിശ്വസിക്കുന്നത് ഓക്കെ ആണോ? അപ്പോഴാണ് തളർന്ന അവശനായ കാഫ്ക അവളുടെ മുന്നിൽ വരുന്നത്. തിരിച്ചെത്തി. അവനെ കണ്ടവൾ സന്തോഷിച്ചു. നിന്നെ വിഷമിപ്പിച്ചതിന് ക്ഷമിക്കണം. സോറി. ഞാൻ വിഷമിച്ചൊന്നുമില്ല. പിന്നെ എനിക്ക് തന്നോട് 2-3 കാര്യം പറയാനുണ്ട്. അപ്പോൾ കാഫ്ക തളർന്ന് വീഴാൻ പോയെങ്കിലും ഹിക്കറു അവനെ പിടിച്ചു. സോറി, ഞാൻ അതിനെ രക്ഷപ്പെടാൻ അനുവദിച്ചു. നിന്നെ ഉപദ്രവിച്ചവനെ. അതിനിപ്പോ എന്താ, ഞാൻ സ്വയം അതിനെ കൊന്നോളാം. മടിച്ചിരുന്നെങ്കിലും കാഫ്ക നടക്കാൻ തുടങ്ങി. താൻ എവിടെ പോവാ, അതും ഈ അവസ്ഥയില് എന്ന് ഹിക്കറു. ഇച്ചിക്കാവയ്ക്കും ഇഹാറുവിനും നല്ല മുറിവേറ്റിട്ടുണ്ട്. എനിക്ക് പോണം. താൻ പോയിട്ട് എന്നാ കാണിക്കാനാ? അവർക്ക് കുഴപ്പമൊന്നും വരില്ല. ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ കൈജു റീജനറേഷനും ടെക്നോളജിയിൽ ഉപയോഗിക്കുന്നുണ്ട്. താൻ ആദ്യം തന്നെ കുറിച്ച് ചിന്തിക്കേ. ബാക്കിയുള്ള ഓഫീസർമാർ തന്നെ കണ്ടു. അതും പോരാഞ്ഞിട്ട് വൈസ് ക്യാപ്റ്റൻ ഹോഷിനെ നേരിടുന്നു. തന്റെ അടുത്തേക്ക് എത്തിക്കുന്ന എന്തേലും ക്ലൂ അവർക്ക് എളുപ്പത്തിൽ കിട്ടാവുന്നേ ഉള്ളൂ. ഡിഫൻസ് ഫോഴ്സ് അവരുടെ മിഷൻ വിജയകരമാക്കി തീർത്തു. എന്നാലും ഹോഷിന എന്തോ ചിന്തിച്ച് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. നീ ഇങ്ങനെ വിഷമിക്കുന്നത് ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ. അവിടേക്ക് വന്ന മീന അവനോട് പറഞ്ഞു. അപ്പോ കൈജു നമ്പർ 8 ശക്തനായിരുന്നു? മീന ചോദിച്ചു. അതൊരു ഡൈക്കൈജു ആണെന്നാണ് എന്റെ അനുമാനം. മീന ഒന്ന് ഞെട്ടി. അപ്പോൾ 5 വർഷം മുന്നേ നടന്ന ഫുക്കുവോക്ക ഇൻസിഡന്റിന് ശേഷമുള്ള ആദ്യത്തെ സംഭവമായിരിക്കും ഇത് എന്ന് മീന. ഭാഗ്യവശാല് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കൈജു നമ്പർ 8 കാരണം ഒരപകടവും സംഭവിച്ചിട്ടില്ല. വകതിരിവില്ലാതെ മനുഷ്യരെ ആക്രമിക്കുന്ന ടൈപ്പ് ആണതെന്ന് തോന്നുന്നില്ല എന്ന് ഹോഷിന. അതെ, അതാണ് എനിക്ക് അപ്പോ തോന്നിയത്. എന്തുകൊണ്ട് എന്നെ ആക്രമിക്കുന്നതിന് പകരം എന്റെ ആയുധം അവൻ നശിപ്പിച്ചു?
ആ പോരാട്ടത്തിൽ നടന്ന പല കാര്യങ്ങളും ചിന്തയ്ക്ക് അതീതമായിരുന്നു. അത് ചലിച്ചതും പ്രതികരിച്ചതുമായ രീതി ഒരു മനുഷ്യനെ നേരിടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഹോഷിനെ ചിന്തിച്ചു. തൽക്കാലം നീ പോയി റെസ്റ്റ് എടുക്ക്, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതെന്ത് ടൈപ്പ് കൈജു ആണെങ്കിലും അതിനെ കൊല്ലുന്നതാണ് നമ്മളുടെ ജോലി, മീന പറഞ്ഞു. റോജർ. അപ്പോൾ അവർക്കൊരു കോള് വന്നു. ഇച്ചികാവയെയും ഫുർഹാഷയെയും ആക്രമിച്ച കൈജു എക്സാം സൈറ്റിൽ വന്ന അതേ കൈജുവാണെന്ന് ഇക്കാറുക പറഞ്ഞു. അവരതിനെ കണ്ടപ്പോൾ അതിന് മനുഷ്യരൂപമായിരുന്നു. രക്ഷപ്പെട്ടുപോയ കൈജു ആളൊഴിഞ്ഞ ഒരു റോഡിൽ കൂടി മനുഷ്യരൂപത്തിൽ വേച്ച് നടന്നു. അപ്പോൾ പിറകിൽ നിന്നും വന്നൊരു കാറ് ഹോൺ അടിച്ച് നിർത്തിയിട്ട് അതിൽ നിന്നിറങ്ങിയ മനുഷ്യൻ കൈജുവിനോട് വഴിയിൽ നിന്നും മാറാൻ പറഞ്ഞ് അരിശപ്പെട്ടു. എന്നാൽ കൈജു തിരിഞ്ഞു നോക്കി. എന്നിട്ട് ഒന്നും മിണ്ടാതെ അയാളെ മറികടന്ന് നടന്നു. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് രൂപം മാറി വരുന്ന കൈജുവിനെയാണ്. അത് വാ വിളർത്തി അയാളെ കൊന്നു. കൈജു ആ മനുഷ്യന്റെ രൂപം പ്രാപിച്ച് കാറിൽ രക്ഷപ്പെടുന്നു. അപ്പോൾ റേഡിയോയിൽ ന്യൂസിൽ പറയുന്നുണ്ട്, എക്സാം സൈറ്റിലും സഗാമിഹാരയിലും കണ്ട കൈജുവിനെ ഡിഫൻസ് ഫോഴ്സ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിന് കൈജു നമ്പർ 9 എന്ന കോഡ് നെയിമോട് കൂടി ലോങ് ടൈം ടാർഗറ്റായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി ഞാൻ എങ്ങനെയാണ് കൈജു നമ്പർ 8 കൊല്ലുന്നത്? ഓ ഈ ശരീരം ശീലമാകുന്നത് വരെ എനിക്ക് ഒളിച്ചിരിക്കേണ്ടിയിരിക്കുന്നു. ആശുപത്രി കിടക്കയിലായിരുന്ന ഇച്ചികാവ കണ്ണു തുറന്നു. അവന്റെ തൊട്ടടുത്ത് തന്നെ കാഫ്കയും കിക്കറും ഇരിപ്പുണ്ടായിരുന്നു. അയ്യോ, നീ എഴുന്നേറ്റോ പങ്കാളി? സെമ്പായ്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അത് ഞാനല്ലേ പറയണ മണ്ടാ. ആ പിന്നെ നന്ദി, എന്നെയും ഇഹാറുവിനെ രക്ഷിച്ചതിന്. നീ എന്തിനാ മൂത്താപ്പയോട് നന്ദി പറയുന്നേ എന്ന് തൊട്ടടുത്ത് കിടന്ന ഇഹാറ് ചോദിച്ചു. നീ ഇവിടെ ഉണ്ടായിരുന്നു. കൈജു നമ്പർ 8 അല്ലേ നമ്മൾ രക്ഷിച്ചത്. അത് പിന്നെ കാഫ്കയല്ലേ യോജുവിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ കണ്ടുപിടിച്ചത്. അത് വലിയ സഹായമായിരുന്നല്ലോ അല്ലേ എന്ന് കിക്കറു. ആ ശരിയാ, നന്ദിയുണ്ട് മൂത്താപ്പ. അതിനിപ്പോ എന്താ? എന്നാലും ആ കൈജു എന്തിനാ നമ്മളെ രക്ഷിച്ചത്? അവൻ ഭയങ്കര ശക്തനായിരുന്നു. നമ്പർ 9ന്റെ തലയെ അവൻ ഇടിച്ച് പറത്തി കളഞ്ഞെന്നേ. ഒരു കൈജു ആയിരുന്നിട്ടും എന്നെ അടിപൊളിയായിരുന്നോ? നിങ്ങളത് കാണേണ്ടത് തന്നെ ആയിരുന്നു. മൂത്താപ്പ എന്തിനാ അതിന് ബ്ലഷ് ചെയ്യുന്നേ? അടുത്തത് റെനോയും ഇഹാറുവും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയതിന്റെ പേരിൽ അവരെല്ലാം ഒരു വെൽക്കം പാർട്ടി തന്നെ സംഘടിപ്പിച്ചു. എന്താ ഇത്? ആദ്യത്തെ മിഷൻ വിജയകരമായതിന്റെ സെലിബ്രേഷൻ ആണേ. നിങ്ങൾ ആശുപത്രി വിടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. എന്നാ വാ തുടങ്ങാം. അപ്പോൾ ഷെഫും സെർവൻസും പ്രത്യക്ഷപ്പെട്ടു. അവർക്ക് ലോകത്തിലെ തന്നെ പ്രശസ്തമായ A6 ഗ്രേഡ് മാർബിൾഡ് ജപ്പാനീസ് ബ്ലാക്ക് വാഗ്യൂ ബീഫ് തന്നെയായിരുന്നു ഫുഡ്. അത് കേട്ടവര് ഞെട്ടിപ്പോയി. അതിനൊക്കെ ഒട്ടുക്കത്തെ വിലയാണെന്നേ. ഹാറുയിച്ചി സമ ഓർഗനൈസ് ചെയ്ത പാർട്ടിക്ക് ഇതിൽ കുറഞ്ഞു ഒന്നും ഞങ്ങൾ സെർവ് ചെയ്യില്ല എന്ന് ഷെഫ് പറഞ്ഞു. ഏറ്റവും വില കുറഞ്ഞ കോഴ്സല്ല ഞാൻ ഓർഡർ ചെയ്തതെന്ന് ഹാരുയിച്ചി. സാധാരണ പൈസ തന്നാ വരുന്ന ഷെഫ് പറഞ്ഞു. ആണോ? ലക്കി. ശരിക്കും ഹാറുയിച്ചി ആരാണെന്ന് കാഫ്ക അത്ഭുതപ്പെട്ടു. എന്താ ഇതെല്ലാം സെറ്റാക്കാൻ അവനോട് പറഞ്ഞിട്ട് നിങ്ങൾക്കറിയില്ലെന്നു? ആ, ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ആന്റൈ കൈജു ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഇസുമോ ടെക്നോളജിയുടെ അവകാശിയാണവൻ എന്ന് കിക്കറു പറഞ്ഞു കൊടുത്തു. ഏത്? ഡിഫൻസ് ഫോഴ്സിന്റെ സ്യൂട്ട് ഉണ്ടാക്കുന്ന കമ്പനിയോ? ആ അതെ, എന്റെ കുടുംബത്തെക്കാൾ റിച്ച് ആണവൻ. അതുകൊണ്ടല്ലേ എന്നോട് സ്ഥലം കണ്ടുപിടിക്കാൻ പറഞ്ഞതെന്ന് കാഫ്കയോട് ഹാരുവിച്ച് വന്ന് ചോദിച്ചു. അല്ലേ, എല്ലാവർക്കും നല്ല ഫുഡ് കിട്ടണമെന്നല്ലേ നിങ്ങൾക്ക് വേണ്ടിയിരുന്നത്? അത് പക്കായി ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ മിഷൻ എല്ലാവരും ഭംഗിയായി പൂർത്തീകരിച്ചു. ഹോഷിനെ എണീറ്റ് എന്ന് പറഞ്ഞു. ഇത്രയും പേർ ഫ്രീ ആകുന്ന ദിവസം അങ്ങനെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് നല്ലപോലെ എൻജോയ് ചെയ്തോണം. അവരെല്ലാം നല്ല കഠിനാധ്വാനത്തിന് ശേഷമുള്ള ആഹാരം ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. എല്ലാവരെയും ഞാനിത്ര സന്തോഷത്തോടെ കണ്ടിട്ടില്ല. ഇത് സംഘടിപ്പിച്ചതിന് നന്ദി. അങ്ങനെ പറയാൻ വരട്ടെ ഇച്ചിക്കാവ. ഷോ തുടങ്ങാൻ പോണതേ ഉള്ളൂ. റെനോയ്ക്ക് കാര്യം മനസ്സിലായില്ല. അപ്പ തന്നെ ബഹളം തുടങ്ങി. ടീമിനെ സഹായിക്കുന്നതിന് പകരം നീ ഷോ കാണിച്ച് നടക്കുമല്ലേ? പിന്നെ നീ എല്ലാം പേഴ്സണലായി എടുക്കും. കിക്കറു ഇഹാറുവിന് നേർക്ക് ഫയർ ചെയ്തു. ഇതൊന്നും പറയാൻ ഒരു അവകാശവും ഇല്ലാത്തത് നിനക്കാ. അതിൽ കാര്യമില്ല, ഞാൻ അത്ര അടിപൊളിയാണെന്ന് കിക്കറു. വഴക്കുണ്ടാക്കാതെ. നീ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മറന്ന തന്നിഷ്ടപ്രകാരം ഓരോന്ന് ചെയ്യുന്നത് അവോയ് ഹാറുവിച്ചിക്ക് നേരെ. നീ കാണാപ്പാടം പഠിച്ചു ചെയ്യുന്നത് കൊണ്ട് തോന്നുന്നതാ. പോരാട്ടത്തിന് നിനക്ക് എന്റെ ഒപ്പം പിടിച്ചു നിൽക്കാനാവുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ നിനക്ക് വേണ്ടി സ്ലോ ആകുവാണെന്ന് ഹാരുവിച്ചി. എടാ യസുമോനെ, നിങ്ങളുടെ സ്യൂട്ടിനൊരു കുഴപ്പമില്ലെന്നല്ലേ? എനിക്കൊരൊറ്റോർണത്തെ പോലും കൊല്ലാൻ പറ്റിയിട്ടില്ല. അതറിയുമോ എന്ന് പൂസായ കാഫ്ക. അങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് തർക്കിക്കാൻ തുടങ്ങി. ആകെപ്പാടെ ബഹളം. ഇപ്പൊ എവിടെ നോക്കിയാലും. പക്ഷേ ഇത് നീ ശ്രദ്ധിച്ചോ? ഇപ്പൊ അവരെല്ലാം മിഷനെ കുറിച്ചാ സംസാരിക്കുന്നത്. ആദ്യത്തെ മിഷന് ശേഷം തന്റെ തന്നെ പോരായ്മകൾ എല്ലാവരും കണ്ടു. ശരിയാണ്, ഞാൻ മാത്രമല്ല, എല്ലാവർക്കും ശക്തരാകണമെന്നുണ്ട്.
എന്തുവാടാ ചക്ക, മൂത്തവരോട് ഇച്ചിരി ബഹുമാനം കാണിക്കടാ. കാഫ്ക ആവോയ്ക്ക് നേരെ. ഞാൻ എന്നെക്കാളും ശക്തരെ മാത്രമേ ബഹുമാനിക്കൂ എന്ന് ആവോയി. അതൊരു പഞ്ചഗുസ്തി മത്സരത്തിലാണ് അവസാനിച്ചത്. പിന്നെയും എല്ലാവരും വഴക്കുണ്ടാക്കാനും ബഹളം വെക്കാനും തുടങ്ങി. ഇതിനിടയ്ക്ക് വെളിയിൽ, ഞങ്ങളെ സമീപിച്ചതിൽ സന്തോഷം യങ് മാസ്റ്റർ. ഷെഫ് പറഞ്ഞു, താങ്കളെ ഇനിയൊരിക്കലും കാണാൻ സാധിക്കില്ല എന്നാണ് ഞാൻ കരുതിയത്. എന്താ ഇങ്ങനെ ഡോജിമാസാൻ? എല്ലാവർക്കും നല്ല ആഹാരം കിട്ടണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അച്ഛനെ കുറിച്ചോ? അതിനുശേഷം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല എന്ന് ഹാരോയിച്ചി. ഓ, താങ്കളെ വിഷമിപ്പിച്ചതിൽ ക്ഷമിക്കുക. പിന്നെ ഡോജിമാസാൻ, ഇന്നത്തെ ആഹാരം അടിപൊളിയായിരുന്നു. അപ്പോൾ ആവോയി അവരുടെ പിറകിൽ പ്രത്യക്ഷപ്പെട്ടു. തങ്ങൾ സംസാരിച്ചത് അവൻ കേട്ടോ എന്ന് ഹാരോയിച്ച് സംശയിച്ചു. എന്നാൽ ടോയ്ലറ്റിലേക്കാണെന്ന് പറഞ്ഞ് ആവോയി പോയി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്ന ടൈപ്പ് അല്ല അവനെന്ന് തോന്നുന്നു. ഓയ്, എല്ലാരും ഇവിടെ നിന്ന് ശ്രദ്ധിച്ചേ, ഹോഷിനെ എല്ലാവരോടും പറഞ്ഞു. ഒരു പ്രഖ്യാപനത്തിനുള്ള സമയമായി. ഹിബിനോ കാഫ്ക, ഈ ദൗത്യത്തിൽ നീ ധാരാളം ജീവനുകൾ രക്ഷിച്ചു. അതുകൊണ്ട് നീ ശ്രദ്ധിക്കപ്പെട്ടു. അതിനാൽ ഒരു ഫുൾ ഓഫീസറായിട്ട് നിനക്ക് പ്രൊമോഷൻ ലഭിക്കാൻ പോവാണ്. ഡിഫൻസ് ഫോഴ്സിന്റെ 3-ാം ഡിവിഷനിലേക്ക് സ്വാഗതം. അങ്ങനെ കാഫ്കയുടെ വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമായി. അവനോടൊപ്പം തന്നെ എല്ലാവരും സന്തോഷത്തിൽ പങ്കുചേർന്നു. അവരെല്ലാം അത് ആഘോഷിച്ചു. ഹിബിനോ കാഫ്ക, ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ നീ ഒരു കേഡറ്റല്ല, മറിച്ച് തികഞ്ഞൊരു ഡിഫൻസ് ഫോഴ്സ് ഓഫീസറാണ്. പോരാട്ടത്തിൽ ഞാൻ എന്റെ കഴിവിന്റെ അപ്പുറം പരിശ്രമിക്കുമെന്ന് സത്യം ചെയ്യുന്നു. കാഫ്ക മീനയെ സല്യൂട്ട് ചെയ്തു. എന്നാ ഞാൻ പോവാണ്. അതും പറഞ്ഞ് തിരികെ നടന്നപ്പോൾ, അധികം ആവേശം കൊള്ളണ്ട എന്ന് മീന പിറകിൽ നിന്ന് പറഞ്ഞു. എന്റെ ഒപ്പം നിന്ന് പോരാടാൻ നിനക്ക് ഇനിയും ഒത്തിരി വരേണ്ടിയിരിക്കുന്നു. അപ്പോ മീനെ അതെല്ലാം ഓർക്കുന്നുണ്ട്. ആ, കാത്തിരുന്നോ മീന? അവളൊന്ന് പുഞ്ചിരിച്ചു. സുപ്പീരിയർ ഓഫീസറിനെ സ്ഥാനബഹുമാനമില്ലാതെ അഭിസംബോധന ചെയ്തതിന് 50 പുഷപ്പ്. കൈജു നമ്പർ 8 പിന്നെ നമ്പർ 9 എന്നിവയെക്കുറിച്ച് ഹെഡ്ക്വാർട്ടേഴ്സിൽ മീറ്റിംഗ് ഉണ്ട്. എനിക്ക് പോകണം. വൈസ് ക്യാപ്റ്റൻ ഹോഷനയ്ക്കാണ് ചാർജ്. അതുകൊണ്ട് പേപ്പർ വർക്കുകളെ കുറിച്ച് ഹോഷനയോട് ചോദിച്ചാൽ മതി. ആ, പിന്നെ നിന്നെ ഒരു ഫുൾ ഓഫീസറാക്കാൻ റെക്കമെൻഡ് ചെയ്തത് ഹോഷനയാണ്. തീർച്ചയായും കഴിഞ്ഞ പോരാട്ടത്തിൽ നിന്റെ പ്രയത്നം കൊണ്ടുകൂടിയാണ് ഇതുണ്ടായത്. ഹോഷനയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരൂ. കാഫ്ക പിന്നെയും രാത്രി ഒറ്റയ്ക്കിരുന്ന് പഠിക്കുകയായിരുന്നു. മടുത്തത് കാരണം തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് ട്രെയിനിങ് റൂമിൽ ലൈറ്റ് ആ സമയത്തും കത്തിക്കിടക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. അവൻ ചെന്ന് നോക്കിയപ്പോൾ മനസ്സുറപ്പിച്ച് കറ്റാന തയ്യാറാക്കി നിൽക്കുന്ന ഹോഷിനെയാണ് കണ്ടത്. വൈസ് ക്യാപ്റ്റൻ ഹോഷിന, ഇയാളെന്താ ചെയ്യുന്നേ? മെന്റൽ ഇമേജ് ട്രെയിനിങ്ങോ? പക്ഷെ ഇയാൾ ചലിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ചുമ്മാ സാധാരണ ട്രെയിനിങ് അല്ലിത്. എന്റെ കൂടെയുള്ള പോരാട്ടം പുനർനിർമ്മിക്കുവാണ്. ഹോഷിനയുടെ ട്രെയിനിങ് കണ്ട് കാഫ്ക പേടിച്ച് നിലത്ത് ഇരുന്നു പോയി. ഓ കാഫ്ക, നീ ഇത്രയും വൈകി എന്തെടുക്കുക എന്ന് ഹോഷിന. അപ്പൊ വൈസ് ക്യാപ്റ്റനോ എന്ന് കാഫ്കയും ചോദിച്ചു. നമ്പർ 8 വേണ്ടി ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുമായിരുന്നു. കാരണം അടുത്ത തവണ അവനെ കാണുമ്പോൾ എനിക്ക് ഒരൊറ്റ വെട്ടിന് അതിനെ തീർക്കണം. കാഫ്ക പേടിച്ചു പോയി. എനിക്ക് തുടക്കത്തിലെ പിഴച്ചുപോയി. ആദ്യം മുതലേ ഫുൾ പവർ എടുക്കുമായിരുന്നേല് എനിക്ക് അവനെ വക വരുത്താമായിരുന്നു. പിന്നെ 5-ാം സ്കില്ലിന് പകരം 6-ാം സ്കില്ല് ഉപയോഗിച്ചിരുന്നേലും അവന്റെ കോറും ഞാൻ നൂല് പോലെ അരിഞ്ഞിട്ടനെ. നീ വെറുതെ പേടിക്കേണ്ട ആവശ്യമില്ലെന്നേ. സാധാരണ ഓഫീസേഴ്സിന് അതിനെ നേരിടാനാവില്ല. പിന്നെ നമ്പർ 9 ഏകദേശം അത്രയും ശക്തി കാണും. അതുകൊണ്ടൊക്കെ ഞാൻ തന്നെ അതിനെ നേരിടണം. ഇങ്ങനെ ശരിക്കും അടിപൊളിയാ. ജനങ്ങളെ മാത്രമല്ല ഞങ്ങളെയും സംരക്ഷിക്കാൻ ഇങ്ങനെ ശ്രമിക്കുന്നത് കാഫ്ക ചിന്തിച്ചു. വൈസ് ക്യാപ്റ്റൻ ഹോഷിന, പോരാട്ടത്തിൽ ഒരു സഹായമാകാൻ ഞാൻ എന്റെ കഴിവിനും അപ്പുറം പരിശ്രമിക്കാം, കാഫ്ക പറഞ്ഞു. അധികം നികളിക്കാറ് 1% വെച്ചിട്ട് നീ എന്നാ കാണിക്കാനാ? ഓക്കെ ബൈ. പിന്നെ നിനക്ക് എന്റെ 1% പ്രതീക്ഷയുണ്ട്. കാഫ്കയ്ക്ക് ആ പറഞ്ഞതൊരു ഊർജം പകർന്നു. ഈ സമയം അങ്ങ് മുകളിൽ ആകാശത്ത് പക്ഷിയെ പോലെ ഇരിക്കുന്ന കുറെ കൈജുകൾ പറക്കുന്നുണ്ടായിരുന്നു. അതിലൊരെണ്ണത്തിന്റെ മുകളിൽ ചുമന്ന നിറത്തിലുള്ള ഒരു ഹ്യൂമനോട് കൈജുവും. താഴേക്ക് പോകാം.